الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فعن ربيعة بن كعب الأسلمي رضي الله عنه: كنت أبيت مع رسول الله صلى الله عليه وسلم فأتيته بوضوئه وحاجته فقال لي: سل. فقلت: أسألك مرافقتك في الجنة. قال: أبغير ذلك؟ قلت: هو ذاك. قال: فأعني بكثرة السجود. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ റമളാനിന്റെ രണ്ടാം പത്തിന്റെ അവസാനത്തെ പ്രഭാതത്തിലാണ് നാം ഈ നിസ്കരിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ നിസ്കാരവും നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു വലിയ ഖബൂലുള്ള അമലാക്കി ബറക്കത്ത് ചെയ്യണം. ഇന്ന് സ്വർഗവാതിലുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ചരിത്രമാണ് ഇന്ന് കേൾപ്പിക്കാനുള്ളത്. റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പ്രമുഖനായ ഒരു സഹാബിയാണ്. തിരുനബിയോടൊപ്പം തന്നെ ചേർന്ന് നടന്നിരുന്ന് അങ്ങനെ ജീവിച്ച ഒരു അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകമായ ഡ്യൂട്ടി, അള്ളാഹുവിന്റെ തിരുദൂതർ രാത്രിയൊക്കെ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ഏകദേശം അതിനോടടുത്തായി തിരുനബിക്ക് വേണ്ടി അരികിൽ കിടക്കുന്ന ആളാണ്. എന്താണ് തിരുനബിക്ക് അപ്പോൾ ചെയ്തു കൊടുക്കാനുള്ളത്? രാത്രിയിൽ ഉറക്കൊഴിയുന്ന സമയം, എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിന്റെ ദൂതർ പോയിട്ട് വേഗം പോയി നിസ്കരിക്കും. അപ്പോൾ കുറച്ചേ ഉറങ്ങുള്ളൂ, കുറച്ചുറങ്ങും, പിന്നെയും നിസ്കരിക്കും, പിന്നെയും കുറച്ചുറങ്ങും. ഇങ്ങനെ ഇബാദത്തും ഉറക്കും ഫുള്ളായിട്ട് കിടന്നുറങ്ങിയിട്ട് ഒരു രാത്രി പോലും തിരുനബി അങ്ങനെ കഴിച്ചു കൂട്ടാറില്ല. അപ്പൊ അള്ളാഹുവിന്റെ ദൂതർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നിസ്കാരത്തിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ശുചീകരണത്തിന്റെ വെള്ളം കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹിന്റെ ദൂതർ എഴുന്നേൽക്കുമ്പോഴത്തെ വേഗം വെള്ളം എടുത്തിട്ട് കൊടുക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മഹാനായ സഹാബിയുടെ ഡ്യൂട്ടി. അവർ പറയാ, കുന്തു അബീത്, ഒരു ദിവസം തിരുനബിയോടൊപ്പം ഞാൻ രാപ്പാർക്കവേ പതിമൂന്ന് അള്ളാന്റെ ദൂതരെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോ ഒളു ചെയ്യാനുള്ള വെള്ളം, അതുപോലെ മൂത്രച്ച് കഴുകാനുള്ള വെള്ളം ഒക്കെ ഞാൻ എന്ത് ചെയ്തു വേഗം എടുത്തിട്ട് ദൂതരെടുത്ത് കൊണ്ടേക്കൊടുക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ, അള്ളാഹുവിന്റെ ദൂതരുടെ മനസ്സിൽ എന്തോ റബീഅത്തിനോടൊരു വികാരം തോന്നി. കുറച്ചോനെ എനക്കും വേണ്ടിയിട്ടാണല്ലോ ഈ സാധു ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേനും വേഗം എണീച്ചിട്ട് ഈ വെള്ളമൊക്കെ കൊണ്ടുവച്ച് തരുന്നത് എന്നുള്ളൊരു അനുകമ്പ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് പോലെ അള്ളാഹുവിന്റെ ദൂതർക്ക് ഉണ്ടായി. ഫഖാലലി, ആ സമയത്ത് എന്നോട് ദൂതർ പറഞ്ഞു: സൽ, റബീഅത്തെ നീ ചോദിക്കുക, നിനക്ക് എന്താ വേണ്ടത്? ഫഖുൽതു, അപ്പൊ റബീഅത്ത് പറയാ, ഈ ചോദ്യം കേട്ടപ്പോ ഞാൻ തിരുനബിയോട് തിരിച്ചു പറഞ്ഞു: അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, ഞാൻ തങ്ങളോട് ചോദിക്കുന്നത് എനിക്ക് നിങ്ങളുടെ ചങ്ങാതിയായി സ്വർഗത്തിൽ ഉണ്ടാവണം. ഇതാണ് ആവശ്യം. കാല, ആ സമയത്ത് അള്ളാഹുവിന്റെ ദൂതർ ചോദിച്ചു: അവ വൈറതായിരിക്കാം, വേറെന്തെങ്കിലും ചോദിച്ചൂടെ? ഞാൻ പറഞ്ഞു: ഹുവദാക, എനിക്കതന്നെ വേണം, എനിക്ക് അങ്ങയോടൊപ്പം ചങ്ങാതിയായി സ്വർഗത്തിൽ ഉണ്ടാവണം. ഖാല, ആ സമയത്ത് തിരുദൂതർ പറഞ്ഞു: എങ്കിൽ അഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, നീ നിനക്ക് വേണ്ടി ഈ സ്ഥാനവും പദവിയും ബഹുമാനമൊക്കെ കിട്ടാൻ വേണ്ടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ബികസ്റത്തി സുജൂദ്, സുജൂദുകൾ ധാരാളമായി ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കണം. ഇങ്ങനെ ഒരു സംഭാഷണം, ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് നമുക്ക് ഇന്നത്തെ പാഠവിഷയം. സുജൂദ് വർദ്ധിപ്പിക്കുക. ഇത് സ്വർഗത്തിലേക്കുള്ളൊരു കവാടമാണ്, സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. മുറാഫഖതക ഫിൽ ജന്ന എന്നാണ് പറഞ്ഞത്. സ്വർഗത്തിൽ ചങ്ങാത്തം വേണം. ഇവിടെയോ, ഇവിടെ ഇപ്പൊ എങ്ങനെയാണത്? ഇതിനാ ചങ്ങാത്തം എന്ന് പറയാം. ഒരു ചങ്ങാതി എന്ന് പറഞ്ഞാൽ എന്താ? നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, പിന്നെ ഇരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാണല്ലോ ചങ്ങാതി എന്ന് പറയും. നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരും, നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരും, വിഷമിക്കുമ്പോൾ നമ്മളെ സഹായിക്കും, സന്തോഷിക്കുന്ന വേളയിൽ നമ്മളോടൊപ്പം ചേർന്നു നിൽക്കും. ഇങ്ങനെ ചങ്ങാത്തം എന്താണോ അത് പൂർണ്ണാർത്ഥത്തിൽ റബീഅത്ത് തങ്ങൾ ദുനിയാവിൽ തിരുനബിയോടൊപ്പം ചേർന്ന് നിന്ന് അനുഭവിച്ചു വരികയാണ്.
അതാണ് തിരുനബി കിടക്കുമ്പോഴും അരികിൽ ചെന്ന് കിടന്ന് എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പോൾ വെള്ളം കൊണ്ടേ കൊടുക്കുക. ഒരു ഹിദ്മ, ഒരു സേവനം, നബിയോടുള്ള കരുതൽ. ആ ബഹുമാനമാക്കപ്പെട്ട ഗുരുശ്രേഷ്ഠരെ ഒന്നിനും സ്വന്തമായി ചെയ്യേണ്ടതില്ലാത്ത വിധം എല്ലാം തങ്ങളാൽ കഴിയുന്നത് ചെയ്തു കൊടുത്തുകൊണ്ട് പരിചരിക്കുന്ന അത്രയും ബഹുമാന പുരസ്സരമായിട്ടുള്ള ജീവിത രീതി. സ്വഹാബത്ത് ഗുരുവരിയായ ദൂതരെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. എങ്കിൽ റബീഅത്ത് തങ്ങൾ പറയാണ്, എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ചങ്ങാതിയായിട്ട് നിൽക്കണം, കഴിയണം. ഇത് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ ദൂതർ പറയുന്നത്, സുജൂദ് അധികരിപ്പിക്കണം. എന്താ കാരണം? സ്വർഗത്തിലെ പിന്നെ ഉന്നതമായ സ്ഥാനമാണ് ആർക്കുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാവുക. ആ പദവിക്ക് പറയുന്ന പേരാണ് വസീലത്ത്, ഫളീലത്ത് എന്നൊക്കെ പറയുന്നത്. ബാങ്ക് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആയിലുണ്ടല്ലോ, ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് വസീലത്ത് ഫളീലത്ത് പദവി കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞെന്താ? മഹ്ശറിൽ, സ്വർഗത്തിൽ വേറെ ഒരു സൃഷ്ടിക്കും ഇല്ലാത്ത അത്യുന്നതമായ പദവിയാണ് തിരുനബിക്ക് കൊടുക്കുന്ന. ആ പദവിയുടെ പേരാണ് ആ വസീലത്ത് ഫളീലത്ത്. ഈ പദവിയിൽ ഇരിക്കുന്ന നബിയോട് ചാരി ഇരിക്കാൻ കഴിയുന്ന ഒരു പദവി കിട്ടണം എന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ. അതുകൊണ്ടാണ് അത് അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല. അത് നല്ലോണം അധ്വാനിക്കണം, നല്ലോണം അമലുകൾ ചെയ്യണം, ഇബാദത്തുകൾ ചെയ്യണം. അള്ളാഹുവിനോടും തിരുദൂതരോടും അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയുള്ള സ്നേഹം ഉണ്ടാകണം. തിരുനബിയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നബിയോടൊപ്പം തന്നെ ഇരിക്കാൻ കഴിയുക. അല്ലാണ്ട് എല്ലാവർക്കും കഴിയില്ലല്ലോ. അപ്പൊ ദുനിയാവിൽ അള്ളാഹുവിന്റെ ദൂതരോടൊപ്പം എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ആഖിറത്തിലും ജീവിക്കണം എന്നതാണ് അവിടുത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചത്. അപ്പൊ നബിതങ്ങളൊന്ന് പറഞ്ഞു നോക്കി, വേറെ ഏതെങ്കിലും മാറ്റി പിടിച്ചൂടെ? കാരണം അത് ചെറുതല്ലല്ലോ, എത്ര വലുതല്ല. അപ്പോ ഇവർക്ക് വാശി അതന്നെ വേണം, എനിക്കതന്നെ വേണം, അങ്ങയുടെ ചങ്ങാത്ത. അപ്പോഴാണ് ദൂതർ പറഞ്ഞത്, അങ്ങ് എന്നെന്താക്കണം? സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അങ്ങേക്ക് വാങ്ങിത്തരണമെങ്കിൽ എല്ലാവർക്കും ഒന്നും പറ്റൂലല്ലോ. അപ്പൊ അതിന് മാത്രമുള്ള ക്വാളിറ്റി, യോഗ്യത അങ്ങ് നേടണം. അതെന്താ? സുജൂദ് വർദ്ധിപ്പിക്കുക. സുജൂദ് വർദ്ധിപ്പിക്കുക എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ വെറുതെ ഇങ്ങനെ സുജൂദ് ചെയ്യാന്നുള്ള അർത്ഥത്തിൽ അല്ല. അതേ സമയത്ത് അതിന്റെ ഉദ്ദേശം സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ്. സുന്നത്ത് നിസ്കാരം കൂടുതൽ ചെയ്യുക. പക്ഷേ ഈ സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് സുജൂദ് എന്ന് പറയാൻ കാരണം എന്താ? നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫർളാണ് സുജൂദ്. അഖറബുമായി യഖൂലുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദ്. ഒരു ദാസൻ അല്ലാഹുവോട് ഏറ്റവും കൂടുതൽ അടുപ്പത്തിലാകുന്ന സന്ദർഭം, വേള, അത് അവൻ സുജൂദിലായിരിക്കുകയാണ്. നമ്മൾ നെറ്റിത്തടം നിലത്ത് വെക്കുന്ന ആ ടൈമിൽ അതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പടച്ച റബ്ബിനോടുള്ള നമ്മുടെ വിധേയത്വം, കടപ്പാട് പൂർണ്ണമായി നമ്മൾ പ്രകടിപ്പിക്കുന്നു. 2, നാം അടിമയാണ്, അല്ലാഹു ഉടമയാണ്. ഉടമസ്ഥനായ അല്ലാഹുവിന്റെ മുമ്പിൽ അടിമത്തം ഇത്ര വ്യക്തമായും പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ വേറല്ല. കാരണം എന്താ? ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം അവന്റെ മുഖമാണ്. ഈ മുഖത്തെ അവൻ എവിടെ കൊണ്ടുപോയി കുത്തുന്നത്? നിലത്ത് കൊണ്ടുപോയി കുത്തുകയാണ്, മണ്ണിൽ. അപ്പൊ എന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഞാൻ ആർക്കു വേണ്ടി നിലത്ത് കുത്താൻ തയ്യാറാണ്? എന്റെ ദാസന് വേണ്ടി നിലത്ത് കുത്താൻ തയ്യാറാണ്. ഒരു വേള ഇബ്ലീസ് നിലത്ത് കുത്താൻ തയ്യാറാകാത്തത് പിന്നെ ഒരു അടിമ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യാണ് നിലത്ത് കുത്തിക്കൊണ്ട് ചെയ്യാണ്. അത്രയും വലിയ താഴ്മയും വിനയവും അടിമത്തവും പ്രകടമാകുന്ന ഒരു ഭാഗം നിസ്കാരത്തിൽ വേറല്ല, സുജൂദല്ലാതെ. അതുകൊണ്ടാണ് നിസ്കാരം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതിന് പകരം നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാകുന്ന സുജൂദ് പറഞ്ഞിട്ട് ഈ സുജൂദ് വർദ്ധിപ്പിക്കുക എന്ന് അല്ലാഹുവിന്റെ ദൂതർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ചില ആളുകൾ കുറച്ചു മുമ്പൊക്കെ നിസ്കാരമൊക്കെ സലാം വീട്ടി കഴിഞ്ഞ്
ദ്വാരത്ത് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സുജൂദ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകണം കണ്ടിരുന്നു. ഇപ്പൊ അത് കാണുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു, വെറുതെ സുജൂദ് ചെയ്യാൻ പാടില്ല. നിസ്കാരത്തിന്റെ അകത്തുള്ള സുജൂദ്, അതുപോലെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന സുജൂദ്, നമുക്ക് എന്തെങ്കിലും നിഅമത്തുകൾ ഉണ്ടാകുമ്പോൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വിചാരിച്ചിട്ട് ചെയ്യുന്ന സുജൂദ്, ഇങ്ങനെയൊക്കെയുള്ള സുജൂദാണ് നമുക്കുള്ളത്. ഒന്ന് നിസ്കാരത്തിലെ സുജൂദ്, ഓത്തിന്റെ സുജൂദ്, ശുക്റിന്റെ സുജൂദ്, ഇത്രയും സുജൂദുകളാണ് നമുക്കുള്ളത്. അല്ലാതെ വെറുതെ എങ്ങനെ ഒരു സുജൂദ് ചെയ്യുക, എനിക്ക് പഠിച്ചവനോട് എന്തോ ഒരു ഇഷ്ടം കാണുന്നു അപ്പൊ അങ്ങോട്ട് സുജൂദ് ചെയ്യുക, അങ്ങനല്ല. നിഅമത്ത് വെളിവാകുമ്പോൾ നിഅമത്തിനെ കുറിച്ച് ഓർത്ത് അങ്ങനത്തെ ഉള്ള സുജൂദുകളാണ്. എന്നാൽ സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുമ്പോൾ അതിലെന്ത് വരുന്നുണ്ട്? ഒരു റക്അത്തിൽ 2 സുജൂദ് വരുന്നുണ്ട്. നമ്മുടെ പൂർവികരായ മഹത്തുക്കളൊക്കെ എത്രയോ നിസ്കരിച്ചവരാണ്, രാത്രിയും പകലും ഒക്കെയായി നിസ്കരിച്ചവരാണ്. ഈ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മളെവിടേക്ക് എത്തിക്കും? സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നല്ല, സുന്നത്ത് നിസ്കാരം വർദ്ധിതമാകുമ്പോൾ സ്വർഗത്തിന്റെ സ്ഥാനങ്ങളും ഉയരും. അപ്പൊ സ്ഥാനക്കയറ്റത്തിനും സ്വർഗപ്രവേശനത്തിനും എല്ലാം പര്യാപ്തമായതാണ് സുന്നത്ത് നിസ്കാരം. അപ്പൊ അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. നമ്മൾ നിത്യേന നമ്മൾ നിർവഹിക്കുന്ന 5 നേരത്തെ ഫർള് നിസ്കാരങ്ങളോടൊപ്പം അവയുടെ റവാത്തിബ് സ്ഥിരമായി പതിവാക്കണം. അതോടൊപ്പം കഴിയുന്ന പ്രത്യേകമായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ പകലിൽ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ നിസ്കാരമാണ് ദുഹ. അത് നമ്മുടെ ജീവിതത്തിൽ വരണം. രാത്രിയിൽ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. അത് നമ്മുടെ ജീവിതത്തിൽ വരണം. ഇതൊക്കെ ഉണ്ടായാലും ചെറിയൊരു മിനിമം ഒരു ക്വാളിറ്റി എങ്കിലും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്കുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല മഹാന്മാരുടെയൊക്കെ ദർജ ഏറ്റിക്കൊടുക്കുകയും അവരോടൊപ്പം നമ്മളെയും അല്ലാഹു ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എല്ലാവിധ ഖൈറുകളും ബറക്കത്തുകളും ഈ വെള്ളിയാഴ്ചയുടെ പുണ്യങ്ങളും അല്ലാഹു നമുക്കെല്ലാവർക്കും, നമ്മളോട് ബന്ധപ്പെട്ടവർക്കും, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചവർക്കും എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.